വിശുദ്ധ പൂജ രാജാക്കന്മാരുടെ മധ്യസ്ഥത വഴിയായി ദൈവാനുഗ്രഹത്താൽ ധന്യമായ ഗ്രാമീണ സൗഭാഗ്യം നിറഞ്ഞ മണ്ണാണ് മണിമല. ഈ മണ്ണിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ മതമൈത്രിയുടെ കേളികൊട്ടുയരുന്ന പുണ്യസ്ഥലമാണ് ചരിത്രപ്രസിദ്ധമായ ഹോളി മാഗി ഫൊറോന പള്ളി. ചെങ്ങന്നൂർ വഞ്ഞിപ്പുഴ മഠത്തിലെ തമ്പുരാക്കന്മാരുടെ ഭരണാധികാരത്തിന് കീഴിലായിരുന്നു മണിമല പ്രദേശം. അവരിലൊരു തമ്പുരാനാണ് ഓതറ കുടുംബക്കാരെ ഇവിടെ കുടിയിരുത്തിയത്. ഈ കുടുംബക്കാരുടെ താൽപ്പര്യവും പ്രോത്സാഹനവും ഇവിടെ ക്രിസ്ത്യൻ അധിനിവേശത്തിന് കാരണമായി. AD 1749 ഈ പ്രദേശം തിരുവിതാംകൂറിൻ്റെ ഭാഗമായി തീർന്നു. ഇവിടെ താമസിച്ച് കൃഷി ചെയ്തും വ്യാപാരം നടത്തിയും കഴിഞ്ഞു വന്ന പൂർവികർ ആരാധനാവശ്യങ്ങൾക്കായി ആദ്യം നിരണം പള്ളിയിലും പിന്നീട് കല്ലൂപ്പാറ പള്ളിയിലും അതിനുശേഷം വായ്പൂര് പഴയ പള്ളിയിലുമാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കാഞ്ഞിരപ്പള്ളി പള്ളിയിൽ ഇടവക ചേർന്ന് ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ച് പോന്നു. യാത്രാ സൗകര്യം തീരെ ഇല്ലാതിരുന്ന അക്കാലത്ത് ആറും തോടും കടന്ന് ഊടുവഴികളിലൂടെ കാഞ്ഞിരപ്പള്ളിയിലെത്തുക ദുഷ്കരമായിരുന്നു. അതിനാൽ ഇവിടെ ഒരു കുരിശുപള്ളിയെങ്കിലും ഉണ്ടാക്കാൻ തദ്ദേശവാസികളായ ക്രൈസ്തവർ ആഗ്രഹിച്ചു. പള്ളി സ്ഥാപിക്കുന്നതിനും മറ്റും മഹാരാജാവിൻ്റെ അനുവാദം ആവശ്യമായിരുന്നതിനാൽ പൂർവികർ കൊല്ലത്ത് താമസിച്ചു പോന്ന ദളവ തമ്പി ചെമ്പകരാമനെ നേരിക്കണ്ട് കുരിശുപള്ളി പണിയുന്നതിനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥരായിരുന്നു ദളവാമാർ. ആ അപേക്ഷ സ്വീകരിക്കപ്പെട്ടു. മണിമലയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ 3 കാതം ദൂരം വരും. കൂടാതെ ആറും തോടും കടന്ന് വർഷങ്ങളിൽ പോകുവാനും വരുന്നതിനും വളരെ വൈഷമ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് മണിമല പരുത്തിപ്പാറ ചേരിക്കലിൽ നെടുന്തോട്ടത്തിൽ ഒരു കുരിശുപര വയ്ക്കുന്നതിനും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അച്ഛന്മാർ ചെന്ന് കർമാദ്യം നടത്തി കൊടുക്കുന്നതിനും ഉള്ള ഒരു സംവിധാനം ഒരുക്കി. കുരിശുപള്ളി പണിയുന്നതിന് ആവശ്യമായ പണം അന്നത്തെ കാഞ്ഞിരപ്പള്ളി പള്ളി ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വരൂപിക്കാൻ തീരുമാനമെടുക്കുകയും മണിമല പ്രദേശത്തുള്ള ഇടവകക്കാരുടെ വലിയ സഹകരണം ലഭിക്കുകയും ചെയ്യുകയും കളത്തൂർ കുടുംബക്കാരുടെ വകയായി ചുഴുക്കുന്നേൽ പുരയിടത്തിൽ കുരിശുപള്ളി നിർമ്മാണത്തിനായി ദാനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1816 കുരിശുപള്ളി നിർമ്മിക്കുകയും ആരാധന സൗകര്യമൊരുക്കുകയും ചെയ്തു. കുരിശുപള്ളി സ്ഥാപിക്കുകയും ആരാധന സൗകര്യം ഉണ്ടാകുകയും ചെയ്തെങ്കിലും അതുകൊണ്ട് അന്നത്തെ വിശ്വാസികൾ തൃപ്തരായില്ല. സ്വതന്ത്രമായ ഇടവക ദൈവാലയം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പള്ളി പണിയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അക്കാലത്ത് വരാപ്പുഴ മെത്രാൻ്റെ ആത്മീയാധികാരത്തിലായിരുന്നു ഈ പ്രദേശത്തുള്ള പള്ളികൾ. വരാപ്പുഴ മെത്രാൻ്റെ അനുവാദപ്രകാരം പുതിയ പള്ളിക്ക് തറക്കല്ലിട്ടു. വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ദിനത്തിലായിരുന്നു കല്ലിടിയിൽ കർമ്മം. അതുകൊണ്ട് ഇന്നും വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ കല്ലിട്ട തിരുനാളായി ആഘോഷിച്ച് വരുന്നു. 1825 ജനുവരി 6 ദനഹാ തിരുനാളിൽ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. വരാപ്പുഴയുടെ മെത്രാൻ തന്നെയാണ് പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തിയെന്ന് വിശ്വസിച്ച് പോരുന്നു. അന്ന് വരാപ്പുഴ മെത്രാൻ ആ പള്ളിയെ ഇടവക പള്ളിയായി ഉയർത്തുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. 1974 ആഗസ്റ്റ് 15 കുരിശുപള്ളി സ്ഥാപിക്കാൻ സൗകര്യം ഉണ്ടാവുകയും അതുകൊണ്ട് തൃപ്തരായി ചരിത്രപ്രസിദ്ധമായ മണിമലപ്പള്ളി ഒരു ഫൊറോന പള്ളിയായി ഉയർത്തിക്കൊണ്ട് കൽപ്പന നൽകി. മെയിൻ റോഡിനോട് ചേർന്ന പള്ളിവക സ്ഥലത്ത് ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഗ്രോട്ടോ 1950 പണികഴിക്കപ്പെടുകയുണ്ടായി. പരിശുദ്ധ ദൈവമാതാവിനുള്ള ആശ്രയം മണിമല ദൈവാലയത്തിന് തനതായി കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഈ മലയോര മേഖലകളുടെ വഴിയോരങ്ങളിൽ ആത്മീയതയുടെ ചൈതന്യം, വിയർപ്പുതുള്ളികളുടെ ഗന്ധം ഇവയൊക്കെയും ചേർന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ. ഹരിതാഭമായ ഭൂമിയുടെ നിറങ്ങളുടെ സംയോജനമാണ് ഈ പുണ്യഭൂമി എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വളവുകളും തിരിവുകളുമുള്ള വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. യാത്രക്കാർക്കും അക്രൈസ്തവരുമായ ഭക്തജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാം വിധം വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ
പ്രതിഷ്ഠിച്ച ഒരു ചെറിയ കുരിശടി ഈ ഭാഗത്തായിട്ട് കാണാം. അവിടെ അനേകരെത്തി പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ജപമാലയുടെ ഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ദേവാലയമായിട്ട് ഈ ദേവാലയത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അക്കാലത്ത് വലിയ സങ്കീർണമായ ചുറ്റുപാടുകളിൽ വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നും ഒക്കെയും വലിയ ഭീഷണികളും വേദനകളും ഭാരങ്ങളും ഒക്കെയും ഉയർന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിരന്തരം ക്രൈസ്തവർ ജപമാല ചൊല്ലി ഈ ദേവാലയത്തിൻ്റെ വളപ്പിലൂടെ നടന്നു പോയിരുന്നു. അങ്ങനെ ഉള്ള ഒരു ഓർമ്മയുടെ പുതുക്കൽ കൂടിയാണ് ജപമാലയുടെ 20 ദിവ്യരഹസ്യങ്ങൾ കോർത്തിണക്കി ദേവാലയത്തിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു റോസറി ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള ഭക്തി ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ചിത്ര സംയോജനം ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മണിമലയുടെ ദൃശ്യഭംഗി ഹൃദയത്തിലേക്ക് ചേർന്ന് വരികയും ഈ വളപ്പിലൂടെ ഇങ്ങനെ പ്രാർത്ഥനയോടെ കടന്നു പോകുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മളറിയാതെ ഓർക്കുകയും ദൈവം നടത്തിയ നാൾ വഴികൾ എത്ര ശ്രേഷ്ഠമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ദൈവാലയത്തിൻ്റെ വളപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൂരങ്ങളിലുള്ള കാഴ്ചകൾ പോലും കാണാൻ കഴിയും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും ഉയരത്തിലാണ് ഈ ദേവാലയം നിലകൊള്ളുന്നത്. ഈ ദേവാലയത്തിൽ അനേകം ആളുകൾ ഈ ജപമാല ഗാർഡനിൽ കൂടെ, റോസറി ഗാർഡനിൽ കൂടെ ജപമാല ചൊല്ലിക്കൊണ്ട് കടന്നു പോവുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിത്യമാധ്യസ്ഥം തേടി അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് അസാധാരണമായ ഒരു ഹൃദ്യമായ അനുഭവം നമുക്ക് ലഭ്യമാകും. ഭക്തി പാരവശ്യത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യം നിസ്തർക്കമായ ഒരു സംഗതിയാണ്. തികച്ചും ശാന്തവും ധ്യാനാത്മകവുമായ ഒരു പ്രകൃതി. അവിടെ ഹൃദയത്തോട് സംസാരിക്കും. തിരുഹൃദയത്തോട് സംസാരിക്കുന്ന ഹൃദയങ്ങളുടെ അനുഗ്രഹങ്ങളുടെ മേളനമാണ് ഈ ദേവാലയത്തിൻ്റെ കൂട്ടായ്മ.
ചിറകിൻ മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പരിശുദ്ധം നിബലിപീഠത്തിൽ സ്വർഗം തുറന്നോവരം സുതരുഹായേതിരേക്കുവാൻ വെള്ളിമേഘങ്ങളിൽ സ്വർണ്ണാരവങ്ങളിൽ വെള്ളിമേഘങ്ങളിൽ സ്വർണ്ണാരവങ്ങളിൽ നിരയായിറങ്ങും മാലാഖമാർ. എതിരേൽക്കും ജഗന്നാഥനെ ബലിപീഠ റൂഹാ